Alhamdulillah Rabbil Alameen. Nusalli wa nusallimu ala nabiyyina Muhammadin wa alihi wa ashabihi wa sallam. വളരെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഇവിടെ ചെലവഴിക്കുന്ന ഈ സമയവും ഒരു നല്ല പ്രവർത്തനമായി, നല്ല പ്രവർത്തനങ്ങൾ മാത്രം നമുക്ക് തുണയായി തീരുന്ന ലോകത്തെ ദയാലുവായ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സാധാരണ മനുഷ്യന്മാരെ ഭാഗ്യത്തെയും നിർഭാഗ്യത്തെയും വിലയിരുത്താറുള്ളത് വളരെ ഭൗതികമായ അർത്ഥത്തിലാണ്. ഒരാൾക്ക് ഭൗതികമായി എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ, സാമ്പത്തികമായോ സൗകര്യങ്ങൾ കൊണ്ടോ പദവി കൊണ്ടോ ഒരു നേട്ടം ഒരാൾക്ക് ലഭിച്ചാൽ ആളുകൾ അയാളെക്കുറിച്ച് പറയും, അയാൾ വലിയ ഭാഗ്യമുള്ള ആളാണ് എന്ന് പറയും. ഇതേ സംഗതികളിൽ എന്തെങ്കിലും ഒരു നഷ്ടം വന്നാൽ അപ്പോൾ പറയും, അയാൾക്ക് വല്ലാത്ത നിർഭാഗ്യമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗ്യത്തെയും നിർഭാഗ്യത്തെയും എണ്ണുന്നത് ഭൗതികമായ അർത്ഥത്തിലാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറഞ്ഞ വലിയ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു. പക്ഷെ അപ്പോഴേക്ക് നിസ്കാരം തീർന്നുപോയി. അപ്പോൾ അതിൻ്റെ വിഷമം കൊണ്ട് അദ്ദേഹം പള്ളിയുടെ ഒരു മൂലയിലിരുന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം അവിടെ കൂടിയ ആളുകളിൽ നിന്ന് ഒരാൾ വന്ന് ഇദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, സാരമില്ല എന്ന് പറഞ്ഞു. അപ്പം അവിടെ കൂടിയ എല്ലാ ആളുകളോടായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു വലിയ ഗുരുനാഥനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ദുർഘടം സംഭവിച്ചാൽ, ഒരാപത്ത് സംഭവിച്ചാൽ, എനിക്കെന്തെങ്കിലും ഒരു വലിയ നഷ്ടം സംഭവിച്ചാൽ നിങ്ങളെല്ലാവരും വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കും, എനിക്ക് ആശ്വാസവാക്കുകൾ തന്ന് സാന്ത്വനപ്പെടുത്തും. പക്ഷേ എനിക്കൊരു നിസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ, ഒരു ജമാഅത്ത് നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമേ അതൊരു വലിയ നഷ്ടമായിട്ട് തോന്നിയുള്ളൂ. കാരണം നമ്മുടെയൊക്കെ കണ്ണിൽ, അദ്ദേഹം പറയാണ്, നമ്മുടെയൊക്കെ കണ്ണിൽ നഷ്ടം എന്ന് പറയുന്നത് ഭൗതികമാണ്, നേട്ടം എന്ന് പറയുന്നത് ഭൗതികമാണ്. ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുക എന്നതൊരു നഷ്ടമായി നമ്മൾ കാണുന്നേയില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു വലിയ ദർശനമുണ്ട്, ഒരു തത്വമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈമാൻ എന്ന് പറഞ്ഞ ഒരു അനുഭവം ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ കാഴ്ചപ്പാടുകൾ മാറുക എന്നാണ്. അയാളുടെ ജീവിത രീതി മാത്രമല്ല മാറുന്നത്, അയാളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമല്ല മാറുന്നത്, അയാളുടെ വീക്ഷണങ്ങൾ മാറുന്നു, അയാളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, അയാൾ ഈ ലോകത്തെയും ജീവിതത്തെയും അനുഭവങ്ങളെയും കാണുന്ന രീതി മാറുന്നു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് വളരെ കുറച്ച് സന്തോഷങ്ങൾ അനുഭവിച്ച ചരിത്ര പുരുഷന്മാരിൽ ഒരാളാണ്. ഹബീബായ റസൂൽ എന്ന് പറഞ്ഞ ഈ ലോകത്തേക്ക് അള്ളാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും അഷ്റഫാണ്, ഏറ്റവും മഹത്വമേറിയ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ ആ മഹത്വമേറിയ അള്ളാഹുവിൻ്റെ സൃഷ്ടിക്ക്, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഭവിക്കാനുണ്ടായിരുന്നത് വളരെ കുറച്ച് സന്തോഷങ്ങളേ ഉള്ളൂ, ദുഃഖങ്ങളായിരുന്നു കൂടുതൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വാപ്പയുടെ സന്തോഷം കിട്ടിയിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. വാപ്പയെ കണ്ടിട്ടെന്നില്ല, ഓർമ്മന്നില്ല. നമ്മൾക്കൊക്കെ ഒരു പക്ഷേ വാപ്പയെ ഓർമ്മയില്ലാതിരിക്കാം, പക്ഷേ വാപ്പയുടെ ഫോട്ടോയെങ്കിലും കയ്യിലുണ്ടാവും, വാപ്പ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പക്ഷെ വാപ്പയുടെ മുഖം എന്താണ് എന്ന് പോലും കണ്ടിട്ടില്ലാത്ത ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് യതീമിന്റെ ദുഃഖത്തെക്കുറിച്ച് റസൂലുള്ളാഹി ഇത്രയും വിശദീകരിച്ചിരുന്നത്. എന്തുകൊണ്ടാണത്? യതീമിന്റെ സങ്കടം എന്താണ് എന്ന് യതീമായിരുന്ന റസൂലിന് അറിയാമായിരുന്നു. മനസ്സ് കടുത്തുപോയി എന്നറിഞ്ഞിട്ടൊരു സഹാബി റസൂലിൻ്റെ അടുത്ത് വന്നപ്പോൾ റസൂൽ പറഞ്ഞത്, മനസ്സ് കടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു യതീമായ കുട്ടിയെ പോയിട്ട് ഉമ്മ വെക്കുക എന്നാണ് പറഞ്ഞത്. അവനോട് വാരിപ്പുണര്, സ്നേഹം കിട്ടാത്തവനത് കിട്ടുമ്പോൾ അറിയാം അതിൻ്റെ വില എത്രയാണ്.
ആ മുഖത്ത് കാണുന്ന സന്തോഷം കാണുമ്പോൾ അറിയാം അവനനുഭവിക്കുന്ന ആനന്ദം എത്ര വലുതാണ്. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്ത് സന്തോഷമാണ്. അങ്ങനെ കയറി വരാനൊരു വാപ്പയില്ലാത്ത കുട്ടികളാണ് അനാഥകൾ എന്ന് പറയുന്നത്. നമ്മളൊരു സുഹൃത്തൊരിക്കൽ ഗൾഫിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ഒരു ചെറിയ കുട്ടിയുണ്ട്, വലിയ ഷർട്ടിട്ട് നടക്കുന്നത്, വലിയ ഷർട്ടിട്ടൊരു ചെറിയ കുട്ടി നടക്കുന്നത്. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ കുട്ടിയാണ്. ആ വാപ്പ ഇനി തിരിച്ചു വരില്ല. വാപ്പയുടെ ചൂടും ചൂരുമുള്ള ഷർട്ടിട്ടിട്ട് ആ കുട്ടി കളിക്കുന്നു, ഉറങ്ങുന്നു. ഇനി ആ വാപ്പ തിരിച്ചു വരാനില്ല. അതാണ് യതീം എന്ന് പറഞ്ഞാൽ. ഞാൻ സൂചിപ്പിച്ചത് യതീമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു ഉമ്മ, എത്ര വലിയ സാന്ത്വനമാണ് ജീവിതത്തിൽ ഉമ്മ എന്ന് പറയുന്നത്. നമുക്ക് നിർണ്ണയിക്കാൻ കഴിയാത്ത സമാധാനവും സന്തോഷവുമാണ്. വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം, അല്ലേ? വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത്. അതിലൊന്ന് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ മൂല്യം എത്ര വലുതായിരുന്നു, ആ സാന്നിധ്യത്തിൻ്റെ മഹത്വം എത്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു അനുഭവമുണ്ട്. അത് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെ വില അറിയുള്ളൂ. വാപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുന്നതിന് മുമ്പ് നമ്മളെ കാത്തിരിക്കാൻ തുടങ്ങിയ ആളുകളാണ്. ഇപ്പം നമ്മളെ കാത്തിരിക്കാൻ കുറേ ആളുകളുണ്ടാവും. പക്ഷേ നമ്മളെന്നൊരാൾ ഈ ലോകത്തെ ഇല്ലാതിരുന്ന കാലത്ത് നമ്മളെ കാത്തിരിക്കാൻ തുടങ്ങിയ ആളുകളാണ്. അതില്ലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, കിട്ടിയില്ല. പിന്നെ ഒരു ജ്യേഷ്ഠൻ അനുജൻ, എത്ര വലിയ സാന്ത്വനമാണത്. നമ്മുടെ കാര്യങ്ങളെ നമ്മളെപ്പോലെ ഒരാളായി കൂടെ നിൽക്കുന്ന ഒരു കൂടപ്പിറപ്പ് ഇല്ല. ഒരു പെങ്ങളുടെ വാത്സല്യവും സ്നേഹവും സാന്ത്വനവും അതും കിട്ടിയില്ല. പിന്നെ ഒരു ആൺകുഞ്ഞ്, ഏതൊരാളും സ്വപ്നം കാണുന്നതാ, അത് കിട്ടിയില്ല. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും എന്ന് പറഞ്ഞാൽ കിട്ടിയ അനുഭവങ്ങളിൽ ഏറ്റവും വലിയ മൂല്യമേറിയത് എന്ന് റസൂൽ തന്നെ വിശദീകരിച്ചത്, ഒന്ന്, റസൂലിന് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള. റസൂലിൻ്റെ കൂടെ നിൽക്കാൻ, മരിക്കാനാണെങ്കിൽ അതിന് കൂടെ നിൽക്കുവാൻ പറ്റുന്ന ആത്മസൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള. പിന്നെ ഖദീജ ബിൻത്ത് ഖുവൈലിദ് എന്ന മക്കയിലെ പഴയ രാജകുമാരി അൽ അമീനായ മുഹമ്മദിൻ്റെ കൂടെ പ്രവേശിച്ചപ്പോൾ സംഭവിച്ച റസൂലിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും, ഉമ്മയില്ലാതിരുന്ന റസൂലിന് ഉമ്മയെപ്പോലെ, പെങ്ങളില്ലാതിരുന്ന റസൂലിന് പെങ്ങളെപ്പോലെ, റസൂലിന് എല്ലാ ജീവിതാനുഭവങ്ങളും നുകർന്ന് മക്കയിലെ പഴയ രാജകുമാരി പട്ടിണിക്കാരിയായി തീർന്നു. റസൂലിനെ സഹായിച്ച് സഹകരിച്ച്. സന്തോഷങ്ങൾ കുറവായിരുന്നു. പിന്നെ ഇതിനേക്കാളൊക്കെ അപ്പുറത്താണ് സമാധാനം നിറഞ്ഞൊരു ജീവിതം എന്നുള്ളത്. അതും കിട്ടിയില്ല. പ്രവാചകനായതോടുകൂടി പഴയ സുഹൃത്തുക്കൾ പോലും ശത്രുക്കളാകാൻ തുടങ്ങി. ഭ്രാന്തൻ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയിട്ട് ആളുകൾ കല്ലെറിയാൻ തുടങ്ങി. ഞാൻ സൂചിപ്പിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഭവിക്കാൻ സന്തോഷങ്ങൾ വളരെ കുറവായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ റസൂലിൻ്റെ ഈ നഷ്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്കൊക്കെ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നഷ്ടപ്പെട്ട്. റസൂലിന് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ എന്നിട്ടും ഈ ലോകത്ത് ഏറ്റവും സമാധാനത്തോടു കൂടി കിടന്നുറങ്ങിയ ആളായിരുന്നു നമ്മുടെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് ഏറ്റവും സമാധാനത്തോടു കൂടി കിടന്നുറങ്ങിയിട്ട് അതിലേറെ സമാധാനത്തോടു കൂടി ഉണർന്ന വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹ്. അതെങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭാഗ്യവും നിർഭാഗ്യവും, ഈമാൻ എന്നൊരു അനുഭവം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി മറ്റൊരു രീതിയിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞത്. നമ്മൾ ബർക്കത്തിനെ പോലും അങ്ങനെയാണ് പലപ്പോഴും വീക്ഷിക്കാറുള്ളത്. ബർക്കത്ത് എന്ന് പറയും വലിയ സമ്പത്തും സൗകര്യങ്ങളും ഉള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ അയാൾക്ക് വലിയ ബർക്കത്തെന്ന് പറയാം. യഥാർത്ഥത്തിൽ ഒരുപാട് ഉണ്ടാകലല്ല ബർക്കത്ത്, ഉള്ളതിലുള്ള സന്തോഷമാണ്. അതൊരു ചെറിയ ചെറ്റപ്പുരയിലും ഉണ്ടായി എന്ന് വരാം. ഒരു വലിയ കൊട്ടാരത്തിൽ ചിലപ്പോൾ അത് ഉണ്ടായിട്ടില്ല എന്നും വരാം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ടാകലല്ല, ഉള്ളതിലുള്ള സന്തോഷമാണ്. എങ്കിൽ ഭാഗ്യം എന്ന ഒരു മുഅ്മിനിന്റെ വീക്ഷണത്തിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യത്തിലാണ് നമ്മളിപ്പോൾ ശ്വാസം അയച്ചുകൊണ്ടിരിക്കുന്നത്. നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാന്ന് പറയുന്നത് അത് തന്നെ വലിയ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. നോമ്പ് നോക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോഴേക്കും അവർ കരഞ്ഞു പോകും. അവർക്ക് നോമ്പ് നോക്കാൻ പറ്റൂലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, പാടില്ല. അത് ശരീരത്തെ ആകെ പ്രയാസത്തിലാക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള രോഗികളുണ്ട്, അവർക്ക് നോമ്പ് നോക്കാൻ പറ്റണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ നമുക്കിവിടെ വന്നിരിക്കാൻ കഴിയുന്നു, നടക്കാൻ കഴിയുന്നു, നമ്മുടെ കൈ കൊണ്ട് ചലിപ്പിക്കാൻ കഴിയുന്നു,
കാലുകൊണ്ട് നടക്കാൻ കഴിയുന്നു, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നു. അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണി നോക്കൂ. ഇതൊന്നും പറ്റാത്ത ആളുകളില്ലേ? ബെഡിൽ നിന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് ബാത്റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സഹായിയെ കാത്തിരിക്കുന്ന 85,000 ആളുകൾ കേരളത്തിലുണ്ട് എന്നാണ് സാമൂഹ്യക്ഷേമ വകുപ്പ് പുറത്തുവിട്ട കണക്ക്. ബെഡിൽ നിന്നൊന്ന് എഴുന്നേറ്റിട്ട് രാവിലെ ബാത്റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സഹായിയെ കാത്തിരിക്കുന്ന 85,000 ആളുകൾ. മിണ്ടാൻ കഴിയാത്ത 37,000 കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറയുന്നു നമ്മുടെ ചുറ്റും. 37,000 കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. സംസാരിക്കാൻ കഴിയുന്ന ഞാനും നിങ്ങളും എന്താണ് ഈ നാവ് കൊണ്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ചു പോകും. അഭാഗ്യമല്ലേ ഇതൊക്കെ? അങ്ങനെയാണെങ്കിൽ റമദാനിന്റെ അവസാനത്തെ പത്തിൽ അതിലേറ്റവും മൂല്യമേറിയ സെക്കൻഡുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മൂല്യമേറിയ സെക്കൻഡുകളിലൂടെയാണ്, അവസരങ്ങളിലൂടെയാണ്. അവസരം എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടുന്നതാണ്. എപ്പോഴും കിട്ടുന്നതിന് അവസരം എന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മഹത്വമേറിയ ഒരനുഭവമാണ്. ഈ ജീവിതം തന്നെ വളരെ ചെറുതാണ്. അതിൽ പകുതിയിലേറെ നമ്മൾ ഉറങ്ങിക്കഴിയുന്നുണ്ട്. അതിലേറെ സമയം നമ്മുടെ കുടുംബങ്ങളും കുട്ടികളും അതിൻ്റെതായ തിരക്കുകളുമായിട്ട് അങ്ങനെ തീരുന്നുണ്ട്. പിന്നെ എത്രയാണ് നമുക്കുള്ളത്? വളരെ കുറച്ച് സമയമാണ്. ആ സമയത്തെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കും വിധം പ്രവർത്തിക്കുകയും പ്രവർത്തനങ്ങൾ സ്വരൂപിക്കുകയും മനസ്സിനെ നന്നാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ഈ ലോകത്തുള്ള കർത്തവ്യം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. മനസ്സിൻ്റെ നന്മയാണ് വിശുദ്ധ ഖുർആൻ വളരെ പ്രധാനമായി നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു, സൽകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നു, നല്ല സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്നു, ആളുകളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നു, എല്ലാ മനുഷ്യനെയും ആദരിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നു. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഒരാളുടെ മനസ്സിൽ അങ്ങനെയുള്ള ദുഷ്ടവിചാരങ്ങൾ കടന്നു വരരുത് എന്നതിനുള്ള മാർഗദർശന പറയുന്നത്. ശൈത്താൻ നമ്മുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ശൈത്താൻ നമ്മുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കുന്നു. നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് ശൈത്താനാണ്. അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ശൈത്താന ലക്കും അദു ഫത്തഖിദൂഹു അദുവ്വാ. നിങ്ങൾക്ക് ഞാൻ ഒരേ ഒരു ശത്രുവിനെ തന്നിട്ടുള്ളൂ. ഖുർആൻ പറയാ, നിങ്ങൾക്ക് ഞാൻ ഒരേ ഒരു ശത്രുവെ തന്നിട്ടുള്ളൂ, അത് ശൈത്താനാണ്. ആ ശൈത്താനെ നിങ്ങൾ കരുതിയിരിക്കണം, ശത്രുവായിട്ട് തന്നെ കാണണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ശൈത്താൻ മാത്രമാണോ ശത്രു? അല്ല. എനിക്ക് എത്ര ആളുകൾ ശത്രുക്കളായിട്ടുണ്ട്? നിങ്ങൾക്ക് എത്ര ആളുകൾ ശത്രുക്കളാണ്? നിങ്ങൾ എത്ര ആളുകളുടെ ശത്രുവാണ്? ഇത് നമുക്ക് തോന്നാറുണ്ട്. ശത്രു എന്നൊന്നും അവസ്ഥയിലെത്തുന്നില്ലെങ്കിലും പിണക്കങ്ങൾ വരുന്നു, പരസ്പരമുള്ള തെറ്റൽ വരുന്നു, കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ വരുന്നു. സലാം പറഞ്ഞാലും സലാം അടക്കിയാലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാകാതെ വരുന്നു. എന്താണ് പ്രശ്നം? നമുക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ശത്രുക്കളില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ നമുക്ക് ശത്രുക്കൾ ഉണ്ടല്ലോ. ആ ശത്രുത ഉണ്ടാക്കുന്നതും ആരാണ്? നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അതാ ഖുർആൻ പറയുന്നത്. നമ്മുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കുന്നതും നമ്മുടെ ശത്രുവാണ്. ശൈത്താൻ നമ്മുടെ കയ്യും പിടിച്ചിട്ട് ഒരു തെറ്റ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നൊന്നുമില്ല. ശൈത്താൻ അവസരങ്ങളാണ് തരിക. അത് ശത്രുത മാത്രമല്ല, തിന്മ ചെയ്യാനുള്ള അവസരങ്ങളാണ് നമുക്ക് റെഡിയാക്കി തരും. ഒരു കഥ പറയാറുണ്ട്, ഒരു ഉപമാ കഥ, ഒരു സങ്കല്പ കഥ പറയാറുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞിട്ട് വധുവിൻ്റെയും വരൻ്റെയും കൂട്ടരിങ്ങനെ പോവാണ്. കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി പരസ്പരം പരിചയപ്പെട്ട ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ വഴിയുടെ വക്കിലൊരു ചെറിയ തോടുണ്ട്. ആ തോട്ടിലേക്ക് ശൈത്താൻ ഒരു പൂവ് കൊണ്ടുവന്നിട്ടു. ഒരു സങ്കല്പ കഥയാണ്. ഒരു പൂവ് കൊണ്ടുവന്നിട്ടു. എന്നിട്ട് ശൈത്താൻ അവിടുന്ന് പോയി. അപ്പൊ ഈ രണ്ട് കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി എനിക്ക് ആ പൂവ് വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. ആ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ വാപ്പ ആ പൂവെടുത്ത് കൊടുത്തു. ആ കുട്ടി പൂവിനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ കുടുംബത്തിലെ കുട്ടി പറഞ്ഞു എനിക്ക് വേണമെന്ന്. ഈ കുട്ടി കൊടുക്കൂല. അങ്ങനെ കുട്ടികൾ തമ്മിൽ അടിയായി. സ്വാഭാവികമായി അത് രക്ഷിതാക്കൾ തമ്മിലുള്ള അടിയായി. അത് കുടുംബങ്ങൾ തമ്മിലുള്ള വക്കാണമായി. ആ കല്യാണം, ആ വിവാഹം ആ വഴിയിൽ വെച്ചിട്ട് അവസാനിച്ചു. ശൈത്താൻ എന്താ ചെയ്ത്? ഇവരെ തമ്മിൽ അടുപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവരെ കയ്യെ പിടിച്ചിട്ട് പരസ്പരം തല്ലിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ ചെയ്തത്? ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇനി നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കൂ. അവസരങ്ങളെ ആണ് ശൈത്താൻ നമുക്ക് ഒരുക്കി തരുന്നത്. ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താതിരിക്കുന്നതൊക്കെ നമ്മുടെ തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിടയിലെ ശത്രുത എന്ന് പറയുന്നത് ശൈത്താനിന്റെ സൃഷ്ടിയാണ് എന്ന് തിരിച്ചറിയുക എന്നതൊരു മുഅ്മിന്റെ ഏറ്റവും വലിയ ഗുണമാണ്. അങ്ങനെയാണെങ്കിൽ ശത്രുക്കൾ ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏറ്റവും മനോഹരമായ ഒരു ദാർശനികമായ ഒരു കാര്യമുണ്ട്. വളരെ ദാർശനികമായ മഹത്വമുള്ളൊരു കാര്യം. കുറച്ച് വാക്കുകളേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ സാരസാഗരം ഉണ്ട്. അർത്ഥത്തിൻ്റെ ഒരു കടലുണ്ട് അതിൻ്റെ ഉള്ളിൽ.
എന്താ പറയണെന്നറിയോ? വലഖദ് കറംന ബനി ആദം. അള്ളാഹു പറയാണ്, നമ്മളെ സൃഷ്ടിച്ചവനായ, ചരാചരങ്ങളെ അഖിലം സൃഷ്ടിച്ചവനായ അള്ളാഹു പറയാണ്, വലഖദ് കറംന ബനി ആദം, എല്ലാ മനുഷ്യരെയും നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹു പറയാണ്, എല്ലാ മനുഷ്യരെയും നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അല്ലല്ല എന്ന് പറയുന്നവരെ പോലും അള്ള ബഹുമാനിച്ചിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? എല്ലാ മനുഷ്യരും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലല്ല എന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ട്. അള്ളാന്റെ കൽപ്പനകൾ ധിക്കരിച്ചെടുക്കുന്ന ആളുകളുണ്ട്. അതിനൊരു ചെറിയ വില പോലും കൽപ്പിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. ധിക്കാരികളായി കഴിയുന്നവർ, അവരെയൊക്കെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ എന്ന നിലക്ക് സർവരും ആദരിക്കപ്പെടേണ്ടവരാണ്. ആദർശങ്ങൾക്കനുസരിച്ച്, ഭക്തിക്കനുസരിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അടുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും. അടുപ്പാർക്കാ കിട്ടുക? അള്ളാഹുവിനെ ഭക്തിയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകൾക്ക് അള്ളാഹിന്റെ അടുപ്പുണ്ടാവും. പക്ഷെ എല്ലാ ആളുകൾക്കും അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയിരിക്കുന്നു. ഉന്നതനായ അള്ളാഹുവിന്റെ കണ്ണിൽ നമ്മളെത്ര നിസ്സാരന്മാരായിരിക്കും. നമ്മുടെ കണ്ണിൽ ഒരു ഉറുമ്പ് എത്ര നിസ്സാരമാണ്, അതിനേക്കാൾ നിസ്സാരമായിരിക്കും അള്ളാഹിന്റെ കണ്ണിൽ കോടാനുകോടി സൃഷ്ടികളിൽ വെച്ച് മനുഷ്യൻ. പക്ഷെ ഈ മനുഷ്യന്റെ പ്രത്യേകത അല്ല പറയാണ്, അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയ സൃഷ്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയ സൃഷ്ടിയാണ് നമ്മുടെ തോളോട് തോള് ചാടിയിരിക്കുന്ന ഓരോ ആളും, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഓരോ ആളും, നമ്മുടെ വീട്ടിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിയടക്കം, നമ്മുടെ കടയിലെ ഒരു ഉദ്യോഗസ്ഥനടക്കം, ഒരു തൊഴിലാളിയടക്കം അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയ ആളാണെന്ന്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇണ, അവൾ അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയ സൃഷ്ടിയാണ്. എങ്കിൽ നമ്മൾ എത്ര ആദരിക്കണം മനുഷ്യനെ? അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയ ഈ മനുഷ്യനെ നമ്മൾ എത്ര ആദരിക്കണം? മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖലഖ്തു ബിയദയ്യ, ഖലഖ്തു ബിയദയ്യ. നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് പടച്ചവൻ, സൃഷ്ടിച്ചവൻ അവനാണ് മനുഷ്യൻ. നാം നമ്മുടെ കരങ്ങൾ കൊണ്ടാണ് അവനെ രൂപപ്പെടുത്തിയത്. ഇതിനെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ആദരവിന്റെ അടയാളമാണ്. ഒരു മുതലാളി, യജമാനൻ നേരിട്ടൊരു കാര്യം ചെയ്യുന്നതും അയാളുടെ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു പറയാണ്, അവനെ നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു. ആദരവാണത്. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യനെ നമ്മളെത്ര ആദരിക്കണം? ഒരു മനുഷ്യനെയും ചെറുതായി കാണാത്ത മനസ്സാണ് ഏറ്റവും വലിയ നല്ല ഒരു മനസ്സ് എന്ന് പറയുന്നത്. റസൂൽ അങ്ങനെ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ബിഹസ്ബിൻ മിനശ്ശർ അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിമ. എത്ര വലിയ താക്കീതാണെന്ന് ആലോചിച്ചു. ബിഹസ്ബിൻ മിനശ്ശർ അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിമ. മുസ്ലിമായൊരു സഹോദരനെ ഒന്ന് ചെറുതായി കാണുന്നത് പോലും കൊടിയ പാപമാണ് എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല, അയാളെ പറ്റി ഒന്നും പറഞ്ഞു വരുത്തിയിട്ടൊന്നുമില്ല, അയാളോടും അയാൾക്ക് അനിഷ്ടകരമായൊരു വാക്കും പറഞ്ഞില്ല. പിന്നെ എന്തേ ഉള്ളൂ? മനസ്സിൽ അയാളെ ഒന്ന് ചെറുതായി കണ്ടിട്ടേ ഉള്ളൂ. അതുപോലും പാപമാണ്. ബിഹസ്ബിൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിമ. സകല മുസ്ലിങ്ങളോടുമുള്ള സഹോദര തുല്യമായ ഇഷ്ടമാണ്, ബഹുമാനമാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. സർവ മനുഷ്യനും ഒരേ മാതാവിന്റെയും പിതാവിന്റെയും സൃഷ്ടികളാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ. എല്ലാ ആളുകളും ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രഭേദങ്ങളില്ലാതെ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ സർവരെയും ഒരേ വാപ്പയുടെയും ഉമ്മയുടെയും, ഒരേ ഉമ്മയുടെ ഉടലിൽ നിന്ന് പൊട്ടി വീണ ഉടപ്പിറപ്പുകളാണ് സകലരും. അതേ ഖുർആൻ തന്നെ മുസ്ലിങ്ങളെ കുറിച്ച് പ്രത്യേകം പറയുന്നു, സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. സർവ മുസ്ലിങ്ങളും പരസ്പരം സഹോദരങ്ങളാണ്. അപ്പൊ ഒരു സഹോദരനെ പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളത്, അവനെ ആദരിക്കുക, അവൻ ആരാകട്ടെ എന്താകട്ടെ. ഒരാളെ അയാളുടെ പോരായ്മകളോടുകൂടി സ്നേഹിക്കാൻ കഴിയലാണ് സ്നേഹം എന്ന് പറയുന്നത്. അയാളെ നന്നാക്കിയിട്ട് സ്നേഹിക്കലല്ല. അയാൾക്ക് അയാളുടേതായ പോരായ്മകളുണ്ട്. ആ പോരായ്മകളോടുകൂടി അയാളെ സ്നേഹിക്കാൻ കഴിയുമ്പോഴേ അത് സ്നേഹമാകുന്നുള്ളൂ. ഒരാളെ അയാളുടെ പോരായ്മകളോടുകൂടി ഇഷ്ടപ്പെടുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ കാണിച്ചു തന്നതും നമുക്ക് നിർദ്ദേശിച്ചു തന്നതും അതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരിക്കൽ വളരെ പ്രമുഖരായ ചില ആളുകളുമായിട്ട് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മദീനയിലാണ്. അവിടെയുള്ള വളരെ VIP കളായ മുസ്ലിങ്ങളല്ലാത്ത
പ്രമുഖരായ ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു സംസാരമാണ്, അതിനുള്ളൊരു കൂടിയാലോചനയാണ്. ആ സമയത്താണ് ഒരു സ്വഹാബി അങ്ങോട്ട് വരുന്നത്, അബ്ദുള്ള എന്നൊരു സ്വഹാബി, ഉമ്മു മക്തൂമിന്റെ മകൻ അബ്ദുള്ള. അദ്ദേഹം കണ്ണ് കാണാത്ത സ്വഹാബിയായിരുന്നു റളിയല്ലാഹു അൻഹു. കണ്ണ് കാണില്ലായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ആ സദസ്സിലേക്ക് വന്നു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അവിടെ ആരാണ് ഇരിക്കുന്നതെന്നു, ആരോടൊക്കെയാണ് റസൂലുള്ളാഹി സംസാരിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അങ്ങോട്ട് വന്നു. അദ്ദേഹം ആ സമയത്ത് അങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന രീതിയിൽ റസൂലിന്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു എന്നാ, വേറൊന്നും സംഭവിച്ചില്ല. ആ സമയത്ത് അങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്നുള്ള രൂപത്തിൽ റസൂലുള്ളാഹിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. നെറ്റി ചുളിക്കുക എന്നുള്ളതിന് അറബിയിൽ അബസ എന്നാണ് പറയാ. അബസ എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ഈ സംഭവമാണ് അതിന് ആധാരം. അള്ളാഹു പറയാണ് അത് ശരിയായില്ല. അബസ വതവല്ല, ഒരു അന്ധനായ ആള് നിന്റെ അടുത്തേക്ക് വന്നപ്പോൾ റസൂലെ അങ്ങനെ നെറ്റി ചുളിച്ചത് ശരിയായില്ല. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഒരു കാര്യം ഉണർത്തുകയാണ്, ശാസിക്കുകയാണ് എന്നൊന്നും പറഞ്ഞുകൂടാ, ഒരു കാര്യം ഉണർത്തുകയാണ് നമുക്ക് വേണ്ടി കൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹിയുടെ നെറ്റി ചുളിഞ്ഞ കാര്യം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടോ? കാരണം അദ്ദേഹത്തിനെ കാണാനുള്ള കണ്ണില്ലല്ലോ. പിന്നെ ഒരു സ്വഹാബിയും അതറിഞ്ഞിട്ടില്ല. കാരണം അവിടെ സ്വഹാബികൾ ആരുമില്ല. പിന്നെ അവിടെ ആരുള്ളത്? മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ്. അവരിത് ആരോടും പറയാനും പോകുന്നില്ല. പക്ഷെ അള്ളാഹു ഈ കാര്യത്തിൽ ഇടപെടുകയാണ്. അതിന്റെ ഗൗരവം നമുക്ക് വേണ്ടി കൂടി പഠിപ്പിക്കുകയാണ്. റസൂലിന് വേണമെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കാമായിരുന്നല്ലോ. ഇത് ഹബീബായ റസൂലിൻ്റെതായിരുന്നു വചനങ്ങളെങ്കിൽ, പക്ഷെ ഇത് അള്ളാഹുവിന്റെ വചനങ്ങളാണ്. റസൂലിനോടുള്ള ആ നിർദ്ദേശം പോലെ ഈ ഖുർആനിലുണ്ട്. ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഈ ഖുർആനിൽ അന്ധനായ ഒരു പാവം മനുഷ്യനെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നതിന്റെ പേരിൽ അഷ്റഫുൽ ഖൽഖായ റസൂലിനോടുള്ള നിർദ്ദേശം ഈ ഖുർആനിലുണ്ട്. ലോകാവസാനം വരെ നിലനിൽക്കുന്ന മനുഷ്യന്മാര് ആ അന്ധനായ പാവം മനുഷ്യന്റെ കഥ കേൾക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, അള്ളാഹു തീരുമാനിക്കുകയാണ്. അന്ധനായി പോയി എന്നതിന്റെ പേരിൽ ഒരാൾ അവഗണിക്കപ്പെട്ടുകൂടാ. വൈകല്യങ്ങൾ ഉണ്ടായിപ്പോയതിന്റെ പേരിൽ ഒരാൾ അവഗണിക്കപ്പെട്ടുകൂടാ. കാരണം എന്താണ്? വലഖദ് കറംനാ ബനി ആദം, എല്ലാ മനുഷ്യനെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു. ഈ ആയത്ത് സൂറത്ത് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴൊക്കെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ ആ പാവം സ്വഹാബിയെ പോയിട്ട് റസൂലുള്ള വാരിപ്പുണരുന്നാണ്. നീ എന്റെ സഹോദരനാണ് അബ്ദുള്ള, നിങ്ങൾ എന്റെ ഉടപ്പിറപ്പാണ് അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് ഹബീബായ റസൂൽ അദ്ദേഹത്തെ വാരിപ്പുണരുമായിരുന്നു. ആ വാക്കിന്റെ ഗൗരവമാണത്. അപ്പൊ നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് പോലും ഒരാളെ നിസ്സാരനായി കാണുക എന്നുള്ളത് അങ്ങേയറ്റത്തെ പാപമാണ് എന്ന് അതേ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മുസ്ലിങ്ങളായി തീരുന്നതിന് മുമ്പുള്ള അറബികളുടെ അവസ്ഥ നമുക്കറിയാം. അങ്ങേയറ്റത്തെ കഠിന ശത്രുക്കളായിരുന്നവര്. ഒരു തുള്ളി കള്ള്, ഒരു പെണ്ണ്, ഒരു തരി മണ്ണ്, ഇതൊക്കെയായിരുന്നു അവരുടെ ശത്രുതയുടെ കാരണങ്ങൾ. അതിൻ്റെയൊക്കെ പേരിൽ നിരവധി കാലം യുദ്ധം ചെയ്യുന്ന ആളുകളായി മാറിയും തന്റെ തൊടുവിന്ന് വേറൊരാളുടെ പശു അല്ലെങ്കിൽ ഒട്ടകം അല്ലെങ്കിൽ ആട് പുല്ല് കടിച്ചു തിന്നു എന്നതിന്റെ പേരിൽ തലമുറകളോളം പക കാത്തു വെച്ചിരുന്ന ആളുകളായിരുന്നു. അവർക്കൊരു കാരണം കിട്ടിയാൽ മതി, ബാക്കി ആ കാരണത്തെ വികസിപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അങ്ങനെ പകയുടെ മിനാരങ്ങളായി തീർന്ന ആ മനുഷ്യന്മാരെയാണ് വിശുദ്ധ ഖുർആൻ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റിയത്. ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാനസിക ഐക്യത്തിന്റെ ഉടമകളായി തീർന്നു. മനസ്സ് മറ്റൊരാൾക്ക് പകുത്തു കൊടുക്കുന്ന അത്രയും പരസ്പരമുള്ള ബഹുമാനവും ഇഷ്ടവും അവർക്കുണ്ടായി. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഖുർആൻ പറയുന്നു, റസൂൽ അത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് അത് സംഭവിച്ചത്. റസൂലെ നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറി, ലയ്യനായി പെരുമാറി, ലിൻതലഹും, നിങ്ങൾ അവരോട് മൃദുലമായി പെരുമാറി, അതുകൊണ്ടാണ് ആളുകൾ അടുത്തു വന്നത്. നിങ്ങളെങ്ങാനും അവരോട് പരുഷമായി ക്രൂരമായാണ് പെരുമാറിയിരുന്നതെങ്കിൽ, നിങ്ങളുടെ വാക്കുകൾ അവർക്ക് അരോചകമായിരുന്നുവെങ്കിൽ റസൂലെ അവർ നിങ്ങളെ വിട്ടുപോകുമായിരുന്നു. അവിടെ ലയ്യൻ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ലയ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിനയവും എളിമയും ലാളിത്യവുമുള്ള വാക്കുകൾ എന്നാണ്. ഇനി മൂസാ നബിയുടെ കഥയിലേക്ക് വരിക. മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമും ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അവരോട് അള്ളാഹു കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്?
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് പ്രവാചകന്മാർ? ഒരു നാട്ടിൽ ഏറ്റവും നല്ല ആളുകളാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പെരുമാറുന്നവർ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ, ഏറ്റവും വിശ്വസ്തരായ ആളുകൾ, അവരാണ് പ്രവാചകന്മാരാവുക. അങ്ങനെയാണെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വാക്കിൽ എന്തെങ്കിലും പെശക് വരുമോ? വരൂല. കാരണം ആ നാട്ടിലെ ഏറ്റവും നല്ല ആളാണ് മൂസാ നബി അലൈഹി സ്വലാം. ഹാറൂൻ നബിയുടെ വാക്കിൽ എന്തെങ്കിലും പാരുഷ്യം കടന്നു വരുമോ? ഏതെങ്കിലും തരത്തിലുള്ള കഠിനത കടന്നു വരുമോ? വെറുപ്പ് കടന്നു വരുമോ? ഇല്ല. എന്നിട്ട് അള്ളാഹു അവരോട് നിർദ്ദേശിക്കുന്നത് എന്താ? ഫിർഔനിനോട് പറയേണ്ടത് എന്താണ് എന്ന് ഖുർആൻ സൂറത്ത് ത്വാഹയിൽ പറയുന്നുണ്ട്. എന്താണ് ഫിർഔനിനോട് പറയേണ്ടത്? അതെന്താണ്? അള്ളാഹു ഏകനാണ്, അതാണ് ഈ പരമമായ സത്യം. ഫിർഔൻ നിങ്ങളെ ആ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നു, ഇതാണ് പറയേണ്ടത്. പറയേണ്ട വിഷയം മാത്രമല്ല ഖുർആൻ കൊടുക്കുന്നത്, പിന്നെയോ പറയേണ്ട രീതിയും പറഞ്ഞു കൊടുക്കുന്നു. പറയുന്ന വിഷയം മാത്രമല്ല കൊടുക്കുന്നത്, പറയേണ്ട രീതി എങ്ങനെയാണ്, അതെങ്ങനെയാണ്? വഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നിങ്ങൾ അവനോട്, അദ്ദേഹത്തോട്, അയാളോട് സംസാരിക്കേണ്ടത് ഏറ്റവും ലയ്യനായ വാക്കുകൾ കൊണ്ടാണ്. നേരത്തെ റസൂലുള്ളാഹിയോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ലയ്യനായി പെരുമാറിയതുകൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ പോകുകയവർ. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, മഹത്വമുള്ള കാര്യങ്ങൾ പറയുന്ന ആള് ആ മഹത്വത്തിന്റെ ഉടമയായി തീരണമെന്ന്. വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ആള് വലിയ വലിയ സ്വഭാവ മഹിമയുള്ള ആളാകണം, അല്ലെങ്കിൽ ആളുകളെ ശ്രദ്ധിക്കൂല. ആളുകൾ കേൾക്കുന്നുണ്ടാവും, പക്ഷേ ഉള്ളിലേക്ക് വരൂല. വലിയ വലിയ കാര്യങ്ങൾ പറയുന്നവർ, വലിയ വലിയ വിഷയങ്ങൾ പറയുന്നവർ വലിയ വലിയ സ്വഭാവ മഹിമയുള്ളവരാകണം. മഹത്വമുള്ള വാക്കുകൾ പറയുന്നവർ മഹത്വമുള്ള സ്വഭാവത്തിന്റെ ഉടമകളായി തീരണം. പക്ഷെ ഇന്ന് പലപ്പോഴും അങ്ങനെയല്ല. ഖുർആനും ഹദീസും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളുടെ ഇടയിൽ മറ്റുള്ളവനെ കടിച്ചു കീറുന്നു. അള്ളാഹുവിനെ കുറിച്ചും റസൂലുള്ളാഹിയുടെ വചനങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ നാവ് കൊണ്ട് തൻ്റെ സഹോദര സംഘടനയിലുള്ള ആളെ തെറി പറയുന്നു. ഒരു മടിയില്ല ഇയാൾക്ക്. ഒരു പ്രഭാഷണം വെക്കാൻ അവിടെ സ്റ്റേജ് കെട്ടുമ്പോഴേക്ക് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും കടപൂട്ടിയിട്ട് പോകും, കച്ചവടം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകും. എന്തേ? അവിടെ പറയുന്നത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഒരു കച്ചവടക്കാരൻ നമ്മളോട് പറഞ്ഞതാ, തെക്കൻ ജില്ലയിലെ ഒരാള്, ഞാൻ ഈ പ്രസംഗങ്ങളൊന്നും കേൾക്കാറില്ല. അദ്ദേഹം പറയാ, കാരണം പരസ്പരം കടിച്ചു കീറുന്ന എനിക്ക് കേൾക്കാൻ വയ്യാണ്. മുസ്ലിം അല്ലാത്ത ഒരാളെ പറഞ്ഞത്. അള്ളാഹിനെ കുറിച്ചും റസൂലുള്ളാഹിയെ കുറിച്ചും പറയുന്നതിനിടയിൽ തൻ്റെ സംഘടനയിൽപ്പെട്ട ഒരാളല്ല എന്ന കാരണം കൊണ്ട്, വേറൊരു കാരണമില്ല. വേറെന്താ കാരണം? അയാൾ ഈ സംഘടനയിലേക്ക് വരുന്നതോടുകൂടി പിന്നെ പ്രശ്നമൊന്നുമില്ല. അയാൾക്ക് എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അയാൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ സംഘടനയുടെ ആളല്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്, വേറൊരു കാരണം അതിനില്ല. അദ്ദേഹത്തെ കടിച്ചു കീറുന്നു, അയാളെ അപമാനിതനാക്കുന്നു. അയാളോട് സ്വകാര്യമായി സംസാരിച്ച ഫോൺ ക്ലിപ്പ് 10,000-കണക്കിന് ആളുകളുടെ മുന്നിൽ പരസ്യമായി അത് പ്ലേ ചെയ്ത ആളുകളെ കേൾപ്പിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതേ ആളുകൾ തന്നെ ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രഹസ്യം രക്തമാണ് എന്നാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രഹസ്യം രക്തമാണെന്ന് പറഞ്ഞാൽ എന്താ? രക്തം പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു മുറിവുണ്ടാകും എന്നുള്ളതുകൊണ്ടാ. രഹസ്യം പുറത്തേക്ക് വരുമ്പോൾ അത് സംഭവിക്കും, മുറിപ്പെടും. ഒരാളോട് നമ്മൾ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോൺ സംസാരം രഹസ്യമല്ലേ? അത് ഒരാളുടെ ഇമെയിലിൽ വന്ന സന്ദേശങ്ങൾ രഹസ്യമാണ്, മറ്റൊരാളുടെ ഫേസ്ബുക്കിലുള്ള മെസ്സേജുകൾ രഹസ്യമാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയ വർദ്ധിക്കുന്നതിനനുസരിച്ച് രഹസ്യങ്ങൾ വർദ്ധിക്കുകയാണ്. ഒരാളുടെ ഫോൺ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു സ്വകാര്യ ഡയറി പോലെയാണ്, അല്ലേ? ആ ഫോൺ ഒരാൾക്ക് റിപ്പയറിന് വേണ്ടി കൊണ്ടുകൊടുക്കുന്നു, അതിലെ സ്വകാര്യമായ ഫയലുകൾ അയാൾ നോക്കാൻ പാടില്ല, കാരണം അത് ഇയാളുടെ രഹസ്യമാണ്. എത്ര വലിയ മാർഗദർശനമാണ് അന്ന് ഹബീബായ റസൂൽ പറഞ്ഞു തരുന്നത്. ഒരാളുടെ പോരായ്മ ഒരാൾ മറച്ചു വെച്ചാൽ അത് കുഴിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവൻ കൊടുക്കുന്നത് പോലെ മഹത്വമാണ് എന്ന് പറഞ്ഞ്. ചില്ലറ കാര്യമൊന്നുമല്ല. ഒരാളുടെ പോരായ്മ നമുക്ക് മനസ്സിലായി, ശരിക്കും മനസ്സിലായി. അയാളുടെ ഒരു പോരായ്മ നമുക്ക് മനസ്സിലായി, അയാൾ ചെയ്തൊരു തെറ്റ് മനസ്സിലായി. ഇനി എന്താ ചെയ്യേണ്ടത്? അത് അയാളോട് പറയുക എന്നല്ലാതെ വേറൊരു മഹ്ലൂക്കിനോട് അത് പറയാൻ പാടില്ല, അയാളോട് പറയാം. അതാണ് അൽ മുഅ്മിനു ലിൽ മുഅ്മിനി മിർആ എന്ന് പറഞ്ഞ്. അൽ മുഅ്മിനു മിർആത്തുൽ ലിൽ മുഅ്മിൻ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന്റെ കണ്ണാടിയാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന്റെ കണ്ണാടിയാണെന്ന് പറഞ്ഞാൽ എന്താ? ഒരു കവിത പോലെ മനോഹരമാണത് ആ ഉപമ. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ നമ്മളെ കാണാം, നമ്മുടെ മുഖത്തുള്ള പൊടിയും ചെളിയും സൗന്ദര്യവും ഒക്കെ നമുക്ക് കാണാം. നമ്മൾ അവിടുന്ന് പോയിട്ട് അടുത്ത സെക്കൻഡിൽ അങ്ങോട്ട് വേറെ ഒരാൾ വന്നാലോ നമ്മളെക്കുറിച്ച് അയാൾക്കൊന്നും പറഞ്ഞു കൊടുക്കില്ല, ഒന്നും അവിടെ ബാക്കിയില്ല, ഒക്കെ തുടച്ചു കളഞ്ഞു. പിന്നെ ഇയാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ.
പിന്നെ ഇയാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഇയാളുടെ പോരായ്മകളൊക്കെ അയാൾ കാണിച്ചു കൊടുക്കും. ഇയാൾ അവിടുന്ന് പോയാൽ അടുത്ത സെക്കൻഡിന് മുമ്പേ ഒരാൾ അങ്ങോട്ട് കയറിയല്ലോ, ഇയാളെ കുറിച്ച് ഒന്നും പറയുന്നില്ല, പിന്നെ അയാളെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അൽ മുഅ്മിൻ മിർആത്തുൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം മാത്രമേ ഉള്ളൂ, വേറൊരാളോടില്ല. വേറൊരാളുടെ കുറവ്, വേറൊരാളുടെ പോരായ്മ മറ്റൊരാളോട് പറയുന്നില്ല. അങ്ങനെ പറയാതിരിക്കുക എന്നത് റസൂലുള്ള പറയാണ്, കുഴിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവൻ കൊടുത്തതുപോലെ സാമൂഹിക സുരക്ഷിതത്വത്തിന്റെ താക്കോലാണ് തരുന്നത്. ചില്ലറ കാര്യമൊന്നുമല്ലത്. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യം മാത്രമാവില്ല, ഒരു സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തെ തന്നെ അത് ബാധിക്കും. രണ്ട് കുടുംബങ്ങളുടെ പിന്നെ സുഖകരമായ പോക്കിനെ അത് ബാധിക്കും. അതുകൊണ്ട് സാമൂഹിക സുരക്ഷിതത്വത്തിന്റെ താക്കോലാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൈമാറുന്നത്. പരസ്പരമുള്ള ആദരവ്, പരസ്പരമുള്ള സ്നേഹം, അതാണ് റസൂൽ നമുക്ക് മാതൃകയായി കാണിച്ചത്. അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് എന്തൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? വെറുക്കുന്നവർക്കൊന്നുമില്ല, ആ വെറുപ്പ് മാത്രമേ ഉള്ളൂ, അതിന്റെ പേരിലുള്ള ദോഷവുമേ ഉള്ളൂ. എന്നാൽ പരസ്പരം സ്നേഹിച്ചവർക്ക് എന്തൊക്കെയാണ്? ലഹും മനാബിറും മിനൻ നൂർ യഹ്ബിതുഹുമുശ് ശുഹദാഉ വൽ അംബിയാ. റസൂലുള്ളാഹി പറയാണ്, അവർക്ക് പ്രകാശം കൊണ്ടുള്ള കുടീരങ്ങളുണ്ട്. ആർക്ക്? ആർക്ക്? പരസ്പരം സ്നേഹിച്ചവർക്ക്. യഹ്ബിതുഹുമുശ് ശുഹദാഉ വൽ അംബിയാ. പ്രവാചകന്മാരും ശുഹദാക്കൾ പോലും അത് ആഗ്രഹിച്ചു പോകും. നാളെ പിന്നെ വെയിൽ കൊണ്ട് മനുഷ്യൻ വാടി നിൽക്കുന്ന മഹ്ശറിൽ വെച്ച് അള്ളാഹു വിളിക്കുന്നതാണ്, അയ്നൽ മുത്തഹബ്ബീന ബിജലാലി അല്ലൗമ ഉളില്ലു ഫീ ളില്ലി യൗമ ലാ ളില്ലു ഇല്ലാ ളില്ലി. എന്റെ തണലല്ലാതെ വേറൊരു തണലും കിട്ടാത്ത ഈ ദിവസം ഞാൻ അവർക്ക് തണലിട്ട് കൊടുക്കും. ആർക്ക്? അൽ മുത്തഹബ്ബൂന ബിജലാലി, എന്റെ ജലാലത്തിൽ എന്റെ സ്നേഹം ആഗ്രഹിച്ച് പരസ്പരം സ്നേഹിച്ചവർക്ക്. പരസ്പരം സ്നേഹിച്ച ആളുകൾ പരസ്പരം ശത്രുക്കളായി മാറുന്നു. നാലോചകങ്ങൾ ഒന്നിച്ച് പിടിച്ച കൈകൾ പരസ്പരം ചൂണ്ടാനുള്ള കൈയായി മാറുന്നു. ഒരുമിച്ച് പിടിച്ച് നടന്ന കൈകളാണ്, അത് പരസ്പരം ചൂണ്ടുന്നു. ഒരുമിച്ച് നടന്ന ആളുകൾ പരസ്പരം ശത്രുക്കളായി മാറുന്നു. ഒന്ന് ചിരിക്കാൻ പോലും മടിയാകുന്നു. സലാം പറയുന്നത് കേൾക്കാതിരിക്കാൻ ഒഴിഞ്ഞു പോകുന്നു. എത്ര ക്രൂരമാണ് മനസ്സിന്റെ അവസ്ഥകൾ. ഇവിടെയാണ് ആ മഹത്വം എത്ര വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. മനസ്സിന്റെ നന്മയാണ്. ഒരു മനുഷ്യനോടുമുള്ള ശത്രുത ഇല്ലാത്ത മനോഭാവമാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഒരു സഹാബിയെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, അദ്ദേഹം സ്വർഗത്തിലാണെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹം സ്വർഗത്തിലാന്ന് പറഞ്ഞു. അപ്പൊ സഹാബികൾ ചോദിച്ചു, എന്തേ റസൂലേ അദ്ദേഹം സ്വർഗത്തിൽ പോയുള്ള കാരണം? ഞങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെയല്ല അദ്ദേഹം ചെയ്യുന്നുള്ളൂ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവുന്നത്. സഹാബികൾ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു എന്നാ. 3 സഹാബികൾ, 3 സഹാബിയല്ല, ഒരു സഹാബി. മറ്റുള്ള സഹാബികൾ ഈ സഹാബിയെ ഏൽപ്പിച്ചു എന്നാണ്. ഈ സഹാബിയെ ഏൽപ്പിച്ചു. അദ്ദേഹം ഈ സഹാബിയുടെ കൂടെ 3 ദിവസം താമസിച്ചു എന്നാണ്. 3 ദിവസവും ഒന്നും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എന്താ വന്നതിന്റെ കാരണം എന്നൊന്നും ഇദ്ദേഹത്തോടും പറഞ്ഞില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ ഒരാൾ ചെയ്യുന്നതൊക്കെ തന്നെ. ഒരു മുഅ്മിൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇബാദത്തുകൾ, സുന്നത്തുകൾ, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്നുള്ളൂ. അങ്ങനെ 3-ാമത്തെ ദിവസം ഈ സഹാബി പിരിഞ്ഞു പോകാണ്. ആ വീട്ടിൽ നിന്ന് വിരുന്ന് കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹത്തോട് ഈ സഹാബി ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? എന്തിനായിരുന്നു നിങ്ങൾ വന്നത്? എന്തെങ്കിലും ഉദ്ദേശത്തിലായിരുന്നോ? വന്നപ്പോൾ അത് ചോദിച്ചിട്ടില്ല, 3 ദിവസം താമസിച്ച് പോകുമ്പോഴാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റുള്ള സ്വഹാബികൾ എന്നെ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് വല്ലാതെ സന്തോഷമായി. കാരണം ഒരാൾക്ക് കേൾക്കാവുന്ന ഏറ്റവും നല്ല വാർത്തയാണ് കേൾക്കുന്നത്, സ്വർഗത്തിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളൊക്കെ ചെയ്യുന്ന തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ. സുന്നത്ത് നോമ്പുകളുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, ഇബാദത്തുകളുടെ സമയമൊക്കെ പാലിക്കാറുണ്ട്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ല എന്ന് കേട്ടതോടുകൂടി ഈ സഹാബി തിരിച്ചു പോകാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തിരിച്ചു വിളിച്ചിട്ട്, ഒരു കാര്യമുണ്ട്. എന്താ? എന്റെ മനസ്സിൽ ഒരാളെ കുറിച്ചും വെറുപ്പുണ്ടാകാറില്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഒരാളെ കുറിച്ചും എന്റെ മനസ്സിലൊരു വെറുപ്പുണ്ടാവാറില്ല. എന്നെ പറ്റി ഒരാൾ പറഞ്ഞു എന്നോ എന്തെങ്കിലും ചെയ്തു എന്നോ അങ്ങനെ ഞാൻ കേട്ടാൽ പോലും കുറച്ചു നേരം അദ്ദേഹത്തോടൊരു മുഷിപ്പുണ്ടെങ്കിലും പെട്ടെന്ന് ഞാനത് ഇല്ലാതാക്കും. ഒരാൾ എന്തെങ്കിലും വേറൊരാളെ കുറിച്ച് വന്ന് പറഞ്ഞാലും ഞാൻ അത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ അത് വിടുമെന്ന് പറഞ്ഞു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്, ഒരാളെ കുറിച്ചും എൻ്റെ മനസ്സിൽ വെറുപ്പില്ല എന്ന്. അപ്പൊ ഈ സഹാബി റസൂലുള്ളാഹിയോട് ചോദിച്ചു, അതാണോ കാരണം? റസൂലുള്ളാഹി പറഞ്ഞു, അത് തന്നെയാണ് കാരണം.
ഇതാണ് മനുഷ്യന്റെ മഹത്വം. നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ കാരണം ഒരാൾ പറ്റിക്കപ്പെടരുത്. നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ കാരണം ഒരാൾ ആക്ഷേപിക്കപ്പെടരുത്. നമ്മളെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ കാരണം ഒരാൾ അങ്ങനെ പറയപ്പെടരുത്. അതാണ് ആ സൂക്ഷ്മത. അപ്പൊ സകല മനുഷ്യനെ ഉൾക്കൊള്ളാനുള്ള, സഹോദരതുല്യമായി സ്നേഹിക്കാനുള്ള ഉടപ്പിറപ്പാണ്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ ചൂണ്ടിയിട്ട് പറയില്ലേ, അവൻ എൻ്റെ ചോരയാണ് എന്നൊക്കെ പറയില്ലേ. നമ്മുടെ പെങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളുടെ മകനെ, നമ്മുടെ ജ്യേഷ്ഠന്റെ മകനെ, അനുജന്റെ മകനെയൊക്കെ ചൂണ്ടിയിട്ട് ഇവൻ എൻ്റെ ചോരയാണ് എന്ന് പറയും. അങ്ങനെയാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യന്റെ നേരെയും ചൂണ്ടിയിട്ട് നമുക്ക് പറയാൻ കഴിയണം, ഇവൻ എൻ്റെ ചോരയാണ്. അതാണ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ജാതിയും അതൊക്കെ നിങ്ങൾ വിട്, ആശയങ്ങളും ആദർശങ്ങളും സംഘടനയൊക്കെ വിട്. കാരണം ഇത് സാമൂഹിക സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ്. അവിടെ മതത്തിനൊന്നും അല്ല പ്രാധാന്യം, മനുഷ്യനുണ്ടൊരു പ്രാധാന്യം. മനുഷ്യനെ ആദരിക്കുക എന്നുള്ള അത്ര പ്രാധാന്യത്തോടു കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ സകല മനുഷ്യനെയും, അയാൾ ആരാകട്ടെ എന്താകട്ടെ, അയാൾ ആദരിക്കാൻ കഴിയുന്ന, അയാളുടെ അഭിപ്രായത്തിന് ഒരുപക്ഷെ നമുക്ക് അംഗീകാരം ഉണ്ടാകണമെന്നില്ല, അയാളുടെ ആദർശവുമായി നമുക്കൊരു പക്ഷേ യോജിപ്പുണ്ടാകണമെന്നില്ല, പക്ഷെ അയാളെ ആദരിക്കുന്നതിന് തടസ്സമുണ്ടാകരുത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ മനോഹരമായ ഒരു വചനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിന് ഒരുപാട് എതിരഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തെ വല്ല രചനയും നടത്തിയാൽ അതിനെതിരായി രചന നടത്തുന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, എൻ്റെ അഭിപ്രായം ശരിയാണ്, എൻ്റെ അഭിപ്രായം ശരിയാണ്, അതിലെനിക്ക് ഉറച്ചു നിൽക്കുന്നു, ഞാനതിൽ നിന്ന് മാറാനേ തയ്യാറല്ല. പക്ഷെ എൻ്റെ അഭിപ്രായം തെറ്റാകാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം തെറ്റാണത്, എനിക്കതിനോട് പൂർണ്ണമായ വിയോജിപ്പാണ്, പക്ഷെ അത് ശരിയാകാനുള്ള സാധ്യതയുമുണ്ട്. അവിടെ ഒരു ആദരവിന്റെ സ്പേസ് നൽകുകയാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. എൻ്റെ അഭിപ്രായം ശരിയാണ്, പക്ഷെ അത് തെറ്റാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് ശരിയാകാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. അവിടെ ശത്രുത ഇല്ലാതാകുന്നു. നമ്മൾ രണ്ടാളുകൾ ഹോട്ടലിലേക്ക് ചെന്നാൽ ഒരാൾ പറയും 2 ചായ എന്ന് പറയും. അപ്പം മറ്റേ ആൾ പറയും എനിക്ക് ചായ വേണ്ട, ഞാൻ കാപ്പിയാണ് കുടിക്കാറുള്ളത്. അപ്പം നമ്മൾ പറയും എന്നാ ഒരു ചായ ഒരു കാപ്പി എന്ന് പറയും. പക്ഷെ അതിൻ്റെ പേരിലൊരു വെക്കാണം ഉണ്ടാവാറില്ല. ഞാൻ ചായയിൽ കുടിക്കുന്നത് എന്താ, നിനക്ക് ചായ കുടിച്ചാൽ എന്നവിടെ നമ്മളുടെ സംസാരം ഉണ്ടാവാറില്ല. കാരണം എന്താ, അയാൾക്ക് കാപ്പിയാണ് ഇഷ്ടം, നമുക്ക് ചായയാണ് ഇഷ്ടം. നമുക്ക് ചായ ഇഷ്ടപ്പെടാനുള്ളത് കാരണം എന്താണോ അതേ കാരണമാണ് അയാൾക്ക് കാപ്പി ഇഷ്ടപ്പെടാനുള്ള കാരണം. അതിൻ്റെ പേരിൽ യാതൊരു വെക്കാണോ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നെ വെക്കണം എവിടെയുള്ളത്? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആദർശം വേറൊരാൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ തർക്കമുണ്ടാകുന്നു, അയാൾ എൻ്റെ കഠിന ശത്രുവായി മാറുന്നു. എന്തേ അയാൾക്ക് അതിനോട് ഇഷ്ടം, എനിക്ക് ഇതിനോട് ഇഷ്ടം? നമുക്കറിയില്ല. ഇപ്പം എനിക്കിഷ്ടപ്പെടുന്നൊരു നിറമുണ്ട്, അതാകണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. ചില ആളുകൾക്ക് റോസാണ് ഇഷ്ടം, ചില ആളുകൾക്ക് പിങ്ക് ആണ് ഇഷ്ടം, വേറെ ചില ആളുകൾക്ക് റെഡ് ആണ് ഇഷ്ടം, വേറെ ചില ആളുകൾക്ക് മഞ്ഞയാണ് ഇഷ്ടം. എന്തെങ്കിലും കാരണം നമുക്കറിയില്ല. എനിക്കൊരു ഭക്ഷണത്തോട് ഇഷ്ടമുണ്ടാകും, വളരെ പ്രധാനപ്പെട്ട പ്രിയമുണ്ടാകും, നിങ്ങൾക്ക് വേറൊരു ഭക്ഷണത്തോടാണ് ഇഷ്ടം ഉണ്ടാവുക. എന്താ കാരണം നമുക്കറിയില്ല. അത് നമ്മുടെ ജനറ്റിക്കായ കാരണങ്ങൾ വരെ അതിനുണ്ട്, ജനിതകമായ കാരണങ്ങൾ വരെ അതുണ്ട്. ചിലതിനോട് ചില ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ചില ആളുകൾക്ക് ചിലതിനോട് ഇഷ്ടം ഉണ്ടാവും. ഇതാണ് മനസ്സിലാക്കിയ പിന്നെ ശത്രുത ഉണ്ടാവുമോ? എനിക്കിഷ്ടപ്പെടുന്നൊരു നേതാവിനെ എൻ്റെ സുഹൃത്തിന് ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം? എനിക്കിഷ്ടപ്പെടുന്നൊരു നിറം ആ സുഹൃത്തിന് വേറൊരു നിറമാണ് ഇഷ്ടം എന്നതുകൊണ്ട് പോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന നേതാവിനെയല്ല അദ്ദേഹം ഇഷ്ടപ്പെടുന്ന വേറെ നേതാവിനെയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ആദർശം അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അയാൾ ഇഷ്ടപ്പെടുന്നത് വേറൊരു ആദർശമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണ്? എനിക്കിഷ്ടപ്പെടുന്ന ഭക്ഷണം ആകണമെന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത്, അതന്നെ അതിന്റെ കാരണം. ഇത് ഖുർആൻ പറഞ്ഞതാണ്. വമാ യസാലൂന മുഖ്തലിഫീൻ. വളരെ ചെറിയ വാക്കിന്റെ ഉള്ളിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ആശയം ഉണ്ട്. അതെന്താണ്? വമാ യസാലൂന മുഖ്തലിഫീൻ. സകല മനുഷ്യരും വ്യത്യസ്തരായിരിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ രൂപത്തിൽ വ്യത്യാസമില്ലേ, അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ മുടിയിൽ പോലും വ്യത്യാസമുണ്ട്. കോടാനുകോടി മനുഷ്യർക്ക് കോടാനുകോടി മുടിനാരുകൾ ഉണ്ടാവും. ആ മുടിനാരുകളെല്ലാം കൂട്ടിയിട്ട് അതിൽ നിന്ന് എൻ്റെ മുടി ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും, നിങ്ങളുടെ മുടി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയും ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞ്. നമ്മുടെ ശരീരത്തിന് ഗന്ധമുണ്ട്, എൻ്റെ ഗന്ധമാണെന്നില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, നിങ്ങളുടെ ശരീരഗന്ധമാണെന്നില്ല എൻ്റെ ശരീരഗന്ധം അല്ലേ. നമ്മുടെ സിരകളിൽ ഒഴുകുന്ന രക്തത്തിന് പോലും വ്യത്യാസമുണ്ട്, നമ്മുടെ ഈ തമ്പിന് പോലും വ്യത്യാസമുണ്ട്, കൈരേഖയ്ക്ക് പോലും വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടാവില്ലേ?
എന്തേ അത് ഉൾക്കൊള്ളാൻ പറ്റാതാകുന്നു? എന്തിനാണ് അതിന്റെ പേര് ശത്രുത? എന്തിനാണ്? ഇതാണ് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. ശത്രുതയില്ലാത്ത സാഹോദര്യമുള്ള മനസ്സ് ഉണ്ടാകുമ്പോഴേ അവിടെ സമൂഹം സുരക്ഷിതമാവുകയുള്ളൂ. എല്ലാ മനുഷ്യനും മാപ്പ് കൊടുക്കാനുള്ള മനസ്സ്. ഷഹ്റു സബ്റാണ് നോമ്പ് എന്നാണ്. ഷഹ്റു സബ്ർ ക്ഷമയുടെ മാസമാണ്. സബ്റു റഹ്മ റഹ്മത്തിന്റെ മാസമാണ്. സബ്റു തൗബ തൗബയുടെ മാസമാണ്. മാപ്പ് കൊടുക്കാൻ നമുക്ക് എല്ലാ മനുഷ്യനും നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ടോ അയാള് നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, നമുക്ക് ശരിക്കറിയാം. അയാൾക്ക് മാപ്പ് കൊടുക്കുമ്പോഴാണ് അത് മാപ്പാകുന്നത്. അയാൾക്ക് ക്ഷമിച്ചു കൊടുക്കുമ്പോഴാണ് അത് ക്ഷമയുടെ മഹത്വമായി മാറുന്നത്. നിങ്ങൾ ആളുകളോട് ക്ഷമിക്കൂ, നിങ്ങളോട് അള്ളാഹു ക്ഷമിക്കും. നിങ്ങൾ ആളുകളോട് കനിവ് കാണിക്കൂ, നിങ്ങളോട് അള്ളാഹു കനിവ് കാണിക്കും. നമ്മുടെ മനസ്സിൽ നമ്മൾ ചെറുതാവുക എന്നുള്ള, നമ്മുടെ മനസ്സിൽ നമ്മൾ വലുതാകുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ജഅൽനി ഫീ ഐനയ്യ സഗീറ, അല്ലാഹുവേ എൻ്റെ കണ്ണിൽ നീ എന്നെ ചെറുതാക്കണേ. എത്ര വലിയൊരു പ്രാർത്ഥനയാണത്. അഹങ്കാരത്തിന്റെ എല്ലാ കൊടുമുടികളെയും തകർത്തെറിയുകയാണ്. അഹംഭാവത്തിന്റെ എല്ലാ നാട്യങ്ങളെയും അല്ലാഹു മുറിച്ചു കളയണം. ഇജഅൽനി ഫീ ഐനയ്യ സഗീറ, അല്ലാഹുവേ എൻ്റെ കണ്ണിൽ നീ എന്നെ ചെറുതാക്കണേ. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ സൂചിപ്പിച്ചത് ഷഹ്റു സുബ്റിനെ കുറിച്ചാണ്. എല്ലാ മനുഷ്യനോടും മാപ്പ് കൊടുക്കാം. അതല്ലേ നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചത്, അതല്ലേ നമ്മുടെ ദീനിന്റെ ചരിത്രവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് സഹാബികളുടെ കൂടെ റസൂലിന്റെ വലങ്കയായിരുന്നു അദ്ദേഹം. അത്രയധികം റസൂലിന് ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് റസൂൽ പറഞ്ഞത് ഹംസത്തുൽ ഖറാർ എന്നാ. ജീവിച്ചിരിക്കുമ്പോൾ ഹംസത്തുൽ ഖറാർ, അടിപതറാത്ത ഹംസ എന്നാ. ആയിരക്കണക്കിന് ശത്രുക്കൾ ഒന്നിച്ച് പാഞ്ഞു വന്നാലും ഹംസക്കൊന്നും സംഭവിക്കില്ല, ഹംസ അവിടെ ഉണ്ടാവുമെന്ന്. അദ്ദേഹം ഷഹീദായപ്പോൾ പറഞ്ഞത് സയ്യിദ് ശുഹദ എന്ന, ശുഹദാക്കളുടെ നേതാവ് എന്ന്. അത്രയധികം റസൂലിന് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ വിഷം നിറച്ച അമ്പ് കൊണ്ട് വഹിഷി എന്നൊരടിമ കൊന്നുകളഞ്ഞു. അദ്ദേഹം ഷഹീദായി. മരിച്ചു എന്ന് പറയാൻ പാടില്ല. ശുഹദാക്കള് അവരവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ്. അവർ മരിച്ചിട്ടില്ല. മരിക്കുന്നത് നമ്മളൊക്കെയാണ്, അവര് ശുഹദാക്കളാണ്. അപ്പൊ അദ്ദേഹം ഷഹീദായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹംസ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കും, റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ വിഷം നിറച്ച് അമ്പുകൊണ്ട് കൊന്ന, ഷഹീദാക്കി അദ്ദേഹത്തെ മാറ്റിയ വഹ്ശിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? അത്ര ഇസ്ലാമിന്റെ വീരശൂര പോരാളിയായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞ വഹ്ശിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? പക്ഷെ നമ്മൾ എന്താണ് പറയുന്നത്? റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഹംസ റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ പറയുന്നത് എന്താണോ അതന്നെയാണ് വഹ്ശിയുടെ പേര് കേൾക്കുമ്പോൾ പറയണത്. വഹ്ശി സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതും നല്ലത്. അദ്ദേഹത്തിന് വലിയ സമ്മാനങ്ങൾ നൽകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉടമസ്ഥയായ ഹിന്ദ് കൊല്ലിച്ചതാണ്. ആ ഹിന്ദിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? പക്ഷേ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ പറയണത് എന്താ? റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്. ഈ ഹിന്ദും ഈ വഹ്ശിയും ഹദീസിൽ റിപ്പോർട്ട് ചെയ്ത സഹാബികളാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇതിന് ഒത്താശയും പ്രേരണയും ആയിത്തീർന്ന വേറൊരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് ഇബ്നു വലീദ് എന്ന്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? സൈഫുല്ലാ എന്നാണ് അദ്ദേഹത്തിന്റെ അപരനാമം, അള്ളാഹുവിന്റെ വാള് എന്ന്. അത്രയധികം ഇസ്ലാമിന്റെ പോരാളിയായി തീർന്ന ഖാലിദ് ഇബ്നു വലീദിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മളെന്താ പറയണത്? റളിയല്ലാഹു അൻഹു. എന്താ ഇവിടെ സംഭവിച്ചു? മടക്കമാണ്. തുറന്നു കൊടുക്കണം ഈ വാതില്. ഒരാളുമില്ല അന്യരായി ആരുമില്ല. അന്യരായി ആരുമില്ല, പരിചയപ്പെടാൻ ബാക്കിയുള്ളവരേ ഉള്ളൂ എന്ന് പറയാറില്ലേ? അങ്ങനെ ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്. നമുക്ക് അന്യരായി ആരുമില്ല, പരിചയപ്പെടാൻ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പരിചയപ്പെട്ട പിന്നെ അന്യരല്ലല്ലോ. അള്ളാഹുവിന്റെ മതത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഹിന്ദു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിന്ദിനോട് പറഞ്ഞെന്താണെന്നറിയോ? ഹിന്ദെ, കുറച്ച് കാലത്തേക്കെങ്കിലും എൻ്റെ മുന്നിൽ നിങ്ങൾ വരരുത് എന്ന്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കെൻ്റെ ഹംസയെ ഓർമ്മ വരുന്നു. അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹിക്ക് ആ മരണം. എന്നിട്ടും ആ ഹിന്ദ് റളിയല്ലാഹു അൻഹയായി തീർന്നു, ഇസ്ലാമിൻ്റെ മാർഗത്തിലെ ധീരവനിതയായി തീർന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ആ ചരിത്രത്തിലെല്ലാം ഉണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളിൽ നിന്ന്, പോരായ്മകളിൽ നിന്ന് ദയാലുവായ നാഥൻ നമുക്ക് പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന്
രഹസ്യമായും പരസ്യമായും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ദയാലുവായ നാഥ നീ ഞങ്ങൾക്ക് തൊട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പലതുകൊണ്ടും സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, മക്കളില്ലാത്തത് കൊണ്ട് വിഷമിക്കുന്നവർ, കടങ്ങൾ കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും വാർദ്ധക്യം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, അള്ളാഹു അവർക്കെല്ലാവർക്കും സ്വസ്ഥമായൊരു ജീവിതം നീ പ്രദാനം ചെയ്യണമേ. ലോകത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങളിൽ മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കി ഉന്നം വെച്ച് തിമർത്താടുന്ന എല്ലാ ശത്രു സഞ്ചയങ്ങളെയും നിന്റെ ആശ്ചര്യകരമായ അത്ഭുതകരമായ ശിക്ഷകൾ കൊണ്ട് നീ പാഠം പഠിപ്പിക്കണമേ നാഥ. ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന, ആഭ്യന്തരമായ സംഘർഷം അനുഭവിക്കുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ഒരുപാട് പാവം മനുഷ്യർ, അള്ളാഹു അവർക്കെല്ലാവർക്കും സ്വസ്ഥത നിറഞ്ഞൊരു ജീവിതം നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള, ഞങ്ങളൊന്ന് കാണുക പോലും ചെയ്തിട്ടില്ലാത്ത ഞങ്ങളുടെ വല്യപ്പന്മാർ, ഞങ്ങളുടെ വല്യമ്മമാർ, മാതാപിതാക്കളിൽപ്പെട്ടവർ, ഗുരുനാഥന്മാരിൽപ്പെട്ടവർ, പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ, അള്ളാഹു അവർക്കെല്ലാവർക്കും പാപമോചനം നൽകി നിന്റെ ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ അവരെ ഞങ്ങളെയും നീ ഒരുമിപ്പിക്കണമേ നാഥ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക്, ഗുരുജനങ്ങൾക്ക് നീ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒരു പ്രത്യേക കാര്യം നിർദ്ദേശിക്കാനുള്ളത്, ഇവിടെ നരിക്കുനിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു ഓർഫൻ കെയർ ഉണ്ട്. കുട്ടികളെ, യതീമായ കുട്ടികളെ അവരുടെ വീടുകളിൽ തന്നെ നിർത്തിയിട്ട്, വാപ്പ നഷ്ടപ്പെട്ട കുട്ടിക്ക് ഉമ്മ നഷ്ടപ്പെടാത്ത വിധം അവരുടെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് അവരെ സംരക്ഷിക്കുന്ന വളരെ നല്ല ഒരു പദ്ധതി അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സഹായം ചോദിച്ച് അവരോട് വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സറിഞ്ഞ് പരമാവധി അതുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.